അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കോൺഗ്രസിലെ വനിതകളിൽ നിന്ന് ഉയർന്നു വരുന്ന എതിർപ്പുകളെ പോലും അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് ഷാഫിയുടെയും രാഹുലിൻ്റെയും സൈബർ സംഘങ്ങൾ ആക്രമിക്കുന്നത്. ഒടുവിലുണ്ടായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ MLA ആണ് ഉമാ തോമസ്. ഉമാ തോമസ് ഇത് സംബന്ധിച്ച് ശക്തമായൊരു അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ഉമാ തോമസിനെ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങൾ വളരെ മോശമായ നിലയിൽ ഒരു വെർബൽ റേപ്പിങ്ങിന് വിധേയമാക്കുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് കോൺഗ്രസിൽ നിന്നായിക്കഴിഞ്ഞാലും ആർക്കെതിരായിക്കഴിഞ്ഞാലും ഇത്തരം അക്രമങ്ങൾ അത് കേരളീയ സമൂഹത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ സംഘങ്ങൾക്കെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസ് കൊടുക്കാം. നിരവധി പെൺകുട്ടികളുടെ സന്ദേശങ്ങളും അതുപോലെ തന്നെ ബൈറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എൻ്റേതല്ല എന്ന് ഇതുവരെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്ത കാലത്തോളം ഇതെല്ലാം അവർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് സമ്മതിക്കൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കേസ് കൊടുക്കണമല്ലോ. ഒരു കേസും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അടിയന്തിരമായും രാജിവെച്ച് ഒഴിവാവണം. ഇനി ജനങ്ങളുടെ ഒരു MLA ആയിട്ട് പ്രതിനിധിയായിട്ട് തുടരാനുള്ള ഒരർഹതയും അയാൾക്കില്ല. ഇനി അത് രാജിവെച്ച് ഒഴിവാവുന്നില്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളാകെ അവിടെ പ്രക്ഷുബ്ധമാണ്. അതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഇവരെ സംരക്ഷിക്കുകയാണ്. ഇനി ഇതിൽ പരം എന്ത് പരാതിയാണ് വേണ്ടത്? കോൺഗ്രസ് ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമല്ലേ? അങ്ങനെയാണ് ആളുകൾ ഇത്രയും കാലം ധരിച്ചു വെച്ചത്. പക്ഷേ ഇത് സാധാരണ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ഒരു തകർച്ചയോ അതുമായി ബന്ധപ്പെട്ട ആരോപണമോ അല്ല. ഇതെന്ന് പറഞ്ഞാൽ വേട്ടയാടലാണ്. നിരവധി പെൺകുട്ടികളെ അധികാരം ഉപയോഗപ്പെടുത്തി ചില സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താ പറയുക, അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി. എന്നിട്ടത് ഗർഭമുണ്ടായപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ആ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അതിന് വഴിപ്പെടുന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാം വീഡിയോ സന്ദേശങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിക്കുകയാണല്ലോ. അത് എൻ്റേതല്ല എന്ന് ഇതുവരെ അയാൾ നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ആ നിലയിൽ എങ്ങനെ അയാൾക്ക് MLA തുടരാൻ കഴിയും? എങ്ങനെ അയാൾക്കൊരു ജനപ്രതിയെ തുടരാൻ വേണ്ടി കഴിയും? അപ്പോൾ ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ദീപ്തി മേരി വർഗീസ് ആയിക്കഴിഞ്ഞാലും ഷാഫി ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ്സിലെ ഈ സതീശൻ്റെ ശിക്ഷഗണത്തിൽപ്പെട്ട ആളുകളെല്ലാം സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-നകത്ത് ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങൾ സംബന്ധിച്ചും നേരത്തെ പാർട്ടി പരിശോധിക്കുകയും അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് ഉയർന്നു വന്ന ആരോപണം പോലെയാണോ ഇന്നത്തെ ആരോപണം? അന്ന് ഇവർക്കെതിരായിട്ട് ഏതെങ്കിലും ആളുകൾ ഈ നിലയിൽ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇതൊക്കെ പാർട്ടിക്ക് ഉള്ളിൽ കിട്ടിയ പരാതി, അങ്ങനെയൊക്കെ നിങ്ങൾ വാർത്ത കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നു, എന്നെ റേപ്പ് ചെയ്തു, എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്താൻ വേണ്ടി എനിക്ക് പണം തന്നു, എന്നോട് മറ്റേ ഗുളിക കുടിച്ച് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയുള്ള ഇതൊന്നും കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ കാര്യവും ഇതും കൂട്ടിക്കെട്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിയിലും ഇത്തരക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അതൊക്കെ അന്ധമായ ന്യായീകരണമാണ്. ഇത് കോൺഗ്രസിൻ്റെ തകർച്ചയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി നയിക്കും എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട് ജനങ്ങൾ അയാൾ പൂർണ്ണമായും ബഹിഷ്കരിക്കും. അയാൾ യൂത്ത് കോൺഗ്രസിന് രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് രാജിവെക്കുന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. യൂത്ത് കോൺഗ്രസ് നിങ്ങൾ രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്തു, അത് നിങ്ങളുടെ സംഘടനാപരമായ കാര്യമാണ്. യൂത്ത് കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളെ എന്തിനാണ് പാലക്കാട് ജനങ്ങളുടെ മുന്നിൽ കെട്ടിവെക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ജനങ്ങൾക്ക് ഇങ്ങനൊരു MLA വേണ്ട. ഞങ്ങളുടെ MLA ഇങ്ങനെ പീഡനവീരനാവാൻ പാടില്ല. ഞങ്ങളുടെ MLA ഗർഭചിത്രം നടത്താൻ ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരാളാവാൻ പാടില്ല എന്ന മിനിമം ധാരണ പാലക്കാട് അമ്മമാർക്കും സഹോദരിമാർക്കും പാലക്കാട് വോട്ടർമാർക്കുമുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം 4 ഫേസ്ബുക്കിൽ കൂലിക്ക് ആളെ വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകും എന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ്. DYFI ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സമരത്തിനും DYFI മുന്നിലുണ്ടാവും.